വിശദമായി അമേരിക്കയുമായി സിവിലിയൻ ആണവ കരാർ ഒപ്പുവയ്ക്കാൻ സാധിക്കുമെന്നാണ് ഗവൺമെന്റിന്റെ പ്രതീക്ഷയെന്ന് രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ പാർലമെന്റിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയായിരുന്നു അവർ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അമേരിക്കയുമായുള്ള ബന്ധം ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. മറ്റ് സുഹൃത്ത് രാജ്യങ്ങളുമായും ആണവോർജ്ജ കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യ എല്ലാ ശ്രമവും നടത്തും. ഊർജ്ജ സുരക്ഷിതത്വത്തിനും മറ്റ് മേഖലകളിലെ വികസനത്തിനും ആണവ മേഖലയിൽ ഇന്ത്യ ഇനിയും മുന്നേറേണ്ടതുണ്ടെന്ന് ശ്രീമതി പ്രതിഭ പാട്ടീൽ പറഞ്ഞു. ആണവ കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ UPA ഗവൺമെന്റ് പൊതു മിനിമം പരിപാടിയിൽ നിന്നും വ്യതിചലിക്കുന്നതായി RSP ദേശീയ ജനറൽ സെക്രട്ടറി പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ. രാജ്യതാൽപര്യം മാനിക്കാത്ത ഈ ഗവൺമെന്റിന് നൽകുന്ന പിന്തുണ പിൻവലിക്കുന്ന കാര്യം ഇടതുപക്ഷ പാർട്ടികൾ ഗൌരവമായി ചിന്തിക്കണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. അമേരിക്കയുമായുള്ള ആണവ കരാർ ഉപേക്ഷിക്കാനുള്ള ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. ധാതുമണൽ നിക്ഷേപ രംഗത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല. ദേശീയതലത്തിൽ മൂന്നാം മുന്നണി രൂപവൽക്കരിക്കുമ്പോൾ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന പക്ഷം മാവോവാദികളെയും ഉൾപ്പെടുത്തണമെന്നും ശ്രീ ചന്ദ്രചൂഡൻ അഭിപ്രായപ്പെട്ടു. ആണവ കരാറുമായി മുന്നോട്ടു പോകാനാണ് ഉദ്ദേശമെങ്കിൽ കരാറ് വേണോ ഗവൺമെന്റ് വേണോ എന്ന് UPAയ്ക്ക് തീരുമാനിക്കാമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MK പാന്ധെ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പാർലമെന്റിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആണവ കരാർ സാധ്യമാകുമെന്ന് രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ പ്രതീക്ഷ പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രപതിയുടെ